CPIയുടെ യൂട്യൂബ് ചാനൽ കനലിനെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ പരിഹാസം. കനൽ യൂട്യൂബിലല്ല, നേതാക്കളുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് എന്ന് എറണാകുളത്തു നിന്നുള്ള പ്രതിനിധി അയൂബ് ഖാൻ വിമർശനം ഉന്നയിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പാർട്ടിയുടെ പേരുപോലും പറഞ്ഞില്ല എന്നും വിമർശനമുണ്ടായി. ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും ആലപ്പുഴയിലെ സമ്മേളന വേദിയിൽ നിന്ന്. ശ്രീജിത്ത്, പൊതുചർച്ചയിൽ വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനൽ, പുതിയ ചാനൽ ഈ സമ്മേളന വേദിയിലാണ് ലോഞ്ച് ചെയ്തത്. അതിനെതിരെ വിമർശനം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി CPI എന്ന പേര് പോലും പറയാതെയാണ് വേദിയിൽ പ്രസംഗിച്ചത് എന്ന വിമർശനമടക്കം വലിയ തോതിൽ നേതൃത്വത്തെ ആക്രമിക്കുന്നുണ്ട് പ്രതിനിധികൾ, അല്ലേ? വിജയകുമാർ, ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിലാണ് മുഖ്യമന്ത്രിക്കും പോലീസിനും ഒപ്പം തന്നെ CPI ഇന്നലെ പുതുതായി ലോഞ്ച് ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെയുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ഉണ്ടായത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും വലിയ തോതിൽ നിരാശരാണ്. ഇത്തരത്തിൽ നിരാശ ബാധിച്ച പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനം ഒരു വിരസ പ്രവൃത്തിയായി മാറിയിരിക്കുന്നു. നേതാക്കൾക്ക് സ്വീകരണവും മാലയിടലും മാത്രമായി രാഷ്ട്രീയ പ്രവർത്തനം ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കനലുണ്ടാകേണ്ടത് നേതാക്കളുടെ മനസ്സിലാണ്. അതുകൊണ്ട് യൂട്യൂബിലല്ല കനലെരിയേണ്ടത് എന്നാണ് എറണാകുളത്തുള്ള പ്രതിനിധി അയൂബ് ഖാൻ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിമർശിച്ചത്. ഇതേ നേതാവ് തന്നെയാണ്, അയൂബ് ഖാൻ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാറിൽ പങ്കെടുക്കാനായി എത്തി. എന്നാൽ അദ്ദേഹം CPI എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാതെയാണ് തന്റെ പ്രസംഗം പൂർത്തിയാക്കിയത്. പാർട്ടിയുടെ പേര് പറയാതെ അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ മൊത്തം മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിട്ടാണ് ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഇത് എന്ത് പോലീസാണ് എന്ന ചോദ്യവും അയൂബ് ഖാൻ ഉയർത്തി. അത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസവുമാണ് പോലീസിനെതിരെ ഉയർന്നത്. മൂന്നാം തവണയും സർക്കാരിന് LDF സർക്കാരിന് തുടർഭരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ തീർച്ചയായും പോലീസായിരിക്കും, പോലീസ് ഭരിക്കുന്നവരായിരിക്കും എന്ന വിമർശനവും പോലീസ് പ്രതിനിധികൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെതിരായ വിമർശനമാണ് ഈ രാഷ്ട്രീയ റിപ്പോർട്ടിലുള്ള പൊതുചർച്ചയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. മുഖ്യമന്ത്രി പാർട്ടിയുടെ പേര് പോലും പറയാതെയാണ് വേദിയിൽ പ്രസംഗിച്ചത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ശ്രീജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.